ഓണം വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് വെക്കേഷൻ ഇല്ല, പക്ഷേ എൻ്റെ ഇത്താടെ മക്കൾക്ക് വെക്കേഷൻ ഉണ്ട് കേട്ടോ. അവരാണെങ്കിൽ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പേ കുഞ്ഞിനെയും കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനാണെങ്കിൽ 2 ദിവസം കൊണ്ടേ ചെറിയ ചുമയുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ മരുന്ന് ഇരിപ്പുണ്ട്, അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷേ എന്തോ കുറവില്ലാന്ന് തോന്നിയോണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡോക്ടറെ കണ്ടിട്ട് അങ്ങ് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എന്തായാലും ഡോക്ടറെ കാണാൻ വേണ്ടി കുറേ നേരം ഇരുന്നപ്പോഴാണ് ഓർത്തത് ഞാൻ ബാഗ് എടുത്തുകൊണ്ട് വന്നില്ല എന്ന്. അങ്ങനെ പിന്നെ ബാഗ് എടുക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങി ഓടിയിട്ടാ. സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഇക്കാണ് പോകുന്നത്, പക്ഷെ ഇക്കാക്ക് ഇപ്പം കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായി. അവിടെ ആണെങ്കിൽ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ വഴിയിൽ. മെയിനായിട്ട് വല്ല പാമ്പും വരുമെന്നായിരുന്നു എൻ്റെ പേടി. അങ്ങനെ എന്തായാലും ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ് പൊറോട്ടയും ചിക്കൻ ഫ്രൈഡേയും കാര്യത്തിൽ. ആ കട ഏതാണെന്ന് മനസ്സിലായ കൊല്ലംകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നോക്കാമല്ലോ എത്ര കൊല്ലംകാർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടാ. വീട്ടിലോട്ട് ചെന്നപ്പോൾ എല്ലാവരും വാതിൽ കാത്ത് നിൽപ്പുണ്ടായിരുന്നേ. അനിത്താണെങ്കിൽ ഇന്ന് നബിദിനമൊക്കെ ആണല്ലോ, അങ്ങനെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അതും കുടിച്ച്. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മീൻ വളർത്തൽ സംഭവമാണത്. ഇക്കാണെങ്കിൽ ഞാൻ കുറേ മീനുമൊക്കെ വേറെ മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതും നോക്കിയിരുന്നു. അപ്പം അത്രയുള്ള അടുത്ത വീഡിയോ കാണാം. ബൈ.